ലൈംഗികാതിക്രമ കേസുകളിൽ പ്രതിയായിരിക്കെ ജയിലിൽ വെച്ച് ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച അമേരിക്കൻ ശതകോടീശ്വരൻ ജെഫ്രി എപ്സ്റ്റീനുമായി കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ടെന്ന് വെളിപ്പെടുത്തി കേന്ദ്രമന്ത്രി ഹർദീപ് സിംഗ് പുരി. ലോക്സഭയിൽ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഉന്നയിച്ച ഗുരുതരമായ ആരോപണങ്ങൾക്ക് മറുപടി നൽകവെയാണ് മന്ത്രി ഈ കാര്യം സമ്മതിച്ചത്. ഇതോടെ അന്താരാഷ്ട്ര തലത്തിൽ വലിയ വിവാദമായ എപ്സ്റ്റീൻ ഫയലുകൾ ഇന്ത്യൻ പാർലമെന്റിനകത്തും രാഷ്ട്രീയ പോരാട്ടത്തിന് വേദിയായിരിക്കുകയാണ്. ന്യൂയോർക്കിൽ ഐക്യരാഷ്ട്രസഭയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിരുന്ന കാലത്താണ് എപ്സ്റ്റീനെ കണ്ടതെന്ന് പുരി വ്യക്തമാക്കി. താൻ ഒരു സന്നദ്ധ സംഘടനയുടെ ഭാഗമായി പ്രവർത്തിക്കുകയായിരുന്നു അന്ന്. ആ കാലഘട്ടത്തിൽ താൻ ഇന്ത്യൻ സർക്കാരിന്റെ ഭാഗമായിരുന്നില്ലെന്നും അതിനാൽ തന്നെ ഔദ്യോഗിക പദവികൾ ദുരുപയോഗം ചെയ്തിട്ടില്ലെന്നും അദ്ദേഹം സഭയിൽ വിശദീകരിച്ചു. കൂടിക്കാഴ്ചയുടെ ലക്ഷ്യം തികച്ചും പ്രായോഗികമായിരുന്നുവെന്നാണ് മന്ത്രിയുടെ വാദം. മേക്ക് ഇൻ ഇന്ത്യ പോലുള്ള പദ്ധതികളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യാനാണ് താൻ അദ്ദേഹത്തെ കണ്ടത്. എപ്സ്റ്റീന്റെ വ്യക്തിപരമായ ജീവിതത്തെക്കുറിച്ചോ അദ്ദേഹത്തിനെതിരെ പിന്നീട് ഉയർന്നുവന്ന ലൈംഗിക കുറ്റകൃത്യങ്ങളെക്കുറിച്ചോ തനിക്ക് അന്ന് യാതൊരു അറിവുമില്ലായിരുന്നുവെന്നും ഹർദീപ് സിംഗ് പുരി പറഞ്ഞു. പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്കെതിരെ രൂക്ഷമായ വിമർശനമാണ് മന്ത്രി ഉയർത്തിയത്. കാര്യങ്ങൾ കൃത്യമായി പഠിക്കാതെയാണ് രാഹുലും പ്രിയങ്ക ഗാന്ധിയും ബഹളം വെക്കുന്നതെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി. രാഹുൽ ഗാന്ധി തന്റെ പക്കലുള്ള ഇമെയിലുകളും രേഖകളും ഒന്നുകൂടി പരിശോധിക്കണമെന്നും അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് നിരുത്തരവാദപരമാണെന്നും മന്ത്രി പറഞ്ഞു. താൻ എപ്സ്റ്റീനെ പോലൊരു വ്യക്തിയല്ലെന്നും അദ്ദേഹത്തിന്റെ വഴിവിട്ട പ്രവർത്തനങ്ങളിൽ തനിക്ക് യാതൊരു താല്പര്യവുമില്ലെന്നും പുരി വ്യക്തമാക്കി. എപ്സ്റ്റീന്റെ ലിസ്റ്റിൽ പേര് വന്നതുകൊണ്ട് മാത്രം ഒരാൾ കുറ്റവാളിയാകുന്നില്ലെന്നും തന്റെ കൂടിക്കാഴ്ചകൾ സുതാര്യമായിരുന്നുവെന്നും അദ്ദേഹം ആവർത്തിച്ചു. അതേസമയം എപ്സ്റ്റീൻ ഫയലുകളുമായി ബന്ധപ്പെട്ട ലോകമെമ്പാടുമുള്ള പ്രമുഖരുടെ പേരുകൾ പുറത്തു വരുന്നത് വലിയ കോളിളക്കം സൃഷ്ടിച്ചിരിക്കുന്നു. രാഷ്ട്രീയ നേതാക്കൾ, ഹോളിവുഡ് താരങ്ങൾ, ബിസിനസ് പ്രമുഖർ തുടങ്ങിയവർ ഈ പട്ടികയിലുണ്ട്. ഈ സാഹചര്യത്തിലാണ് ഇന്ത്യയിലെ ഒരു കേന്ദ്രമന്ത്രിക്കെതിരെ പ്രതിപക്ഷം ആരോപണവുമായി രംഗത്തെത്തിയത്. ഇതിനിടെ ടിബറ്റൻ ആത്മീയ നേതാവ് ദലൈലാമയുടെ പേരും എപ്സ്റ്റീൻ ഫയലുകളിൽ ഉണ്ടെന്ന പ്രചാരണങ്ങൾ വലിയ വിവാദങ്ങൾക്ക് കാരണമായിരുന്നു. സോഷ്യൽ മീഡിയയിലും ചില വിദേശ മാധ്യമങ്ങളിലും ഇത്തരത്തിലുള്ള റിപ്പോർട്ടുകൾ പ്രചരിച്ചതോടെയാണ് ദലൈലാമയുടെ ഓഫീസ് ഔദ്യോഗിക വിശദീകരണവുമായി രംഗത്തെത്തിയത്. ദലൈലാമ ഒരിക്കലും ജെഫ്രി എപ്സ്റ്റീനെ കണ്ടിട്ടില്ലെന്ന് അദ്ദേഹത്തിന്റെ ഓഫീസ് നിസ്സംശയം വ്യക്തമാക്കി. എപ്സ്റ്റീനുമായി ദലൈലാമ സംസാരിക്കുകയോ കൂടിക്കാഴ്ച നടത്തുകയോ ചെയ്തിട്ടില്ല. പ്രചരിക്കുന്ന വാർത്തകൾ വസ്തുതാവിരുദ്ധമാണെന്നും അങ്ങനെയൊരു കൂടിക്കാഴ്ച നടന്നതിന് ഒരു തെളിവുമില്ലെന്നും പ്രസ്താവനയിൽ പറയുന്നു. എപ്സ്റ്റീന്റെ പേരിൽ ആരെങ്കിലും ദലൈലാമയെ സമീപിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിച്ചുവെന്നും അത്തരമൊരു സംഭവം ഉണ്ടായിട്ടില്ലെന്നും ഓഫീസ് സ്ഥിരീകരിച്ചു. ആത്മീയ നേതാവിനെതിരെയുള്ള ഇത്തരം അപവാദ പ്രചാരണങ്ങൾ വിശ്വാസികൾക്കിടയിൽ വലിയ പ്രതിഷേധത്തിന് ഇടയാക്കിയിട്ടുണ്ട്. ജെഫ്രി എപ്സ്റ്റീൻ എന്ന പേര് ലോകമെമ്പാടും ഭീതിയോടെയും വെറുപ്പോടെയുമാണ് കേൾക്കുന്നത്. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ കടത്തിക്കൊണ്ടുവന്നതും ലൈംഗികമായി പീഡിപ്പിച്ചതും അടക്കമുള്ള കേസുകളിൽ അദ്ദേഹം വിചാരണ നേരിടുകയായിരുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തികളുമായുള്ള അദ്ദേഹത്തിന്റെ ബന്ധമാണ് ഇപ്പോൾ പലരെയും കുരുക്കിലാക്കിയിരിക്കുന്നത്. ഇന്ത്യയിൽ ഈ വിഷയം രാഷ്ട്രീയവൽക്കരിക്കപ്പെടുമ്പോൾ അത് സർക്കാരും പ്രതിപക്ഷവും തമ്മിലുള്ള പോരാട്ടത്തിന് പുതിയൊരു മാനം നൽകുകയാണ്. മേക്ക് ഇൻ ഇന്ത്യയുടെ പ്രചാരകനായിരുന്ന കാലത്ത് പുരി നടത്തിയ ഇത്തരം ബന്ധങ്ങൾ രാജ്യത്തിന്റെ പ്രതിച്ഛായയെ ബാധിക്കുമെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം. എന്നാൽ കേന്ദ്രമന്ത്രി നൽകിയ മറുപടിയിലൂടെ ഈ വിവാദത്തിന് അന്ത്യം കുറിക്കാനാണ് ബി.ജെ.പി. ശ്രമിക്കുന്നത്. മന്ത്രി നടത്തിയ കൂടിക്കാഴ്ചകൾ ഒരു നിക്ഷേപകൻ എന്ന നിലയിൽ മാത്രമായിരുന്നുവെന്നും അദ്ദേഹത്തിന്റെ ക്രിമിനൽ പശ്ചാത്തലമെന്ന് ആർക്കും അറിവില്ലായിരുന്നുവെന്നും പാർട്ടി വക്താക്കൾ വാദിക്കുന്നു. ലോക്സഭയിൽ നടന്ന ചർച്ചകൾ വരും ദിവസങ്ങളിലും തുടരാനാണ് സാധ്യത. എപ്സ്റ്റീൻ ഫയലുകളിലെ മറ്റ് വിവരങ്ങൾ പുറത്തു വരുന്നതോടെ കൂടുതൽ പേരുകൾ ചർച്ചയിലേക്ക് വരുമോ എന്ന് രാഷ്ട്രീയ ലോകം ഉറ്റുനോക്കുന്നു. ദലൈലാമയെ പോലെയുള്ള ആഗോള ആത്മീയ വ്യക്തിത്വങ്ങളെ ഇതിലേക്ക് വലിച്ചിഴക്കുന്നത് ബോധപൂർവമായ ഗൂഢാലോചനയാണെന്നും വിലയിരുത്തലുകളുണ്ട്. വിവാദങ്ങൾക്കിടയിലും ഹർദീപ് സിംഗ് പുരി തന്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. രാഹുൽ ഗാന്ധിയുടെ ആരോപണങ്ങൾ രാഷ്ട്രീയ പാപ്പരത്തമാണെന്നും സഭയുടെ സമയം കളയാനാണ് പ്രതിപക്ഷം ശ്രമിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. വിദേശ നിക്ഷേപം ആകർഷിക്കാൻ നടത്തുന്ന ശ്രമങ്ങളെ ഇത്തരത്തിൽ വളച്ചൊടിക്കുന്നത് വികസനത്തെ ബാധിക്കുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. എപ്സ്റ്റീൻ കേസിലെ ഇരകൾക്ക് നീതി ലഭിക്കാനുള്ള പോരാട്ടം അമേരിക്കയിൽ തുടരുകയാണ്. അവിടെ നിന്നുള്ള ഓരോ വെളിപ്പെടുത്തലുകളും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രകമ്പനം സൃഷ്ടിക്കുന്നു. ഇന്ത്യയും അതിൽ നിന്ന് ഒഴിഞ്ഞുമാറി നിൽക്കുന്നില്ല എന്നതിന്റെ തെളിവാണ് പാർലമെന്റിലെ ഈ പുതിയ സംഭവ വികാസങ്ങൾ.